ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഇത്തവണ കേരളത്തിൽ സീറ്റ് നേടിയെടുത്തേ മതിയാകൂ എന്ന ഉറച്ച തീരുമാനത്തിലാണ് ബിജെപിയുടെ ദേശീയ സംസ്ഥാന ഭാരവാഹികൾ. കഴിഞ്ഞ തവണത്തേതിൽ നിന്നും വ്യത്യസ്തമായി തിരുവനന്തപുരത്തിനു പുറമെ തൃശൂരിലും ബിജെപിക്ക് വലിയ പ്രതീക്ഷയാണുള്ളത്. 2 മണ്ഡലങ്ങളിലും ദേശീയ നേതൃത്വത്തിന്റെ നേരിട്ടുള്ള മേൽനോട്ടവുമുണ്ട്. സ്ഥാനാർത്ഥി നിർണയത്തിലും ബിജെപി ഇത്തവണ അതീവ ശ്രദ്ധ പുലർത്തുന്നുണ്ട്. 2 കേന്ദ്രമന്ത്രിമാരെ ഉൾപ്പെടെ കേരളത്തിൽ മത്സരിപ്പിക്കാനാണ് തീരുമാനം. തിരുവനന്തപുരത്ത് കേന്ദ്രമന്ത്രി നിർമ്മല സീതാരാമനെ ഇറക്കിയേക്കുമെന്ന സൂചനകൾ നേരത്തെ തന്നെയുണ്ടായിരുന്നു. എന്നാൽ നിർമ്മലയെ തിരുവനന്തപുരത്ത് മത്സരിപ്പിക്കില്ലെന്നാണ് ഏറ്റവും അവസാനമായി പുറത്തുവരുന്ന വാർത്ത. നിർമ്മല സീതാരാമനെ ബംഗളൂരു സൗത്ത് മണ്ഡലത്തിൽ മത്സരിപ്പിക്കാനാണ് ബിജെപിയുടെ പുതിയ നീക്കം. പാർട്ടിക്ക് ശക്തമായ അടിത്തറയുള്ള മണ്ഡലത്തിൽ തേജസ്വി സൂര്യയാണ് നിലവിലെ MP. നിർമ്മല ഈ മണ്ഡലത്തിലേക്ക് വരികയാണെങ്കിൽ തേജസ്വിയെ മറ്റേതെങ്കിലും മണ്ഡലത്തിലേക്ക് മാറ്റിയേക്കും. നിലവിൽ കേന്ദ്രമന്ത്രിമാരും രാജ്യസഭാംഗങ്ങളുമായ രാജീവ് ചന്ദ്രശേഖറിനെയും വി മുരളീധരനെയുമാണ് ബിജെപി പരിഗണിക്കുന്നത്. തിരുവനന്തപുരത്ത് രാജീവ് ചന്ദ്രശേഖറിനെയും ആറ്റിങ്ങലിൽ വി മുരളീധരനെയും മത്സരിപ്പിച്ചേക്കുമെന്നാണ് സൂചന. ലോക്സഭയിലേക്ക് മത്സരിപ്പിക്കുന്ന സാഹചര്യത്തിൽ വി മുരളീധരന് രാജ്യസഭയിലേക്ക് വീണ്ടും അവസരം നൽകിയേക്കില്ല. കേരളത്തിൽ നിന്നും സംഘടനാ രംഗത്ത് സജീവമായ ആർക്കെങ്കിലുമായിരിക്കും രാജ്യസഭയിലേക്ക് അവസരം നൽകുക. രാജീവ് ചന്ദ്രശേഖറിനെ തിരുവനന്തപുരത്തിനു പുറമെ ബംഗളൂരു സെൻട്രലിലേക്കും പരിഗണിക്കുന്നുണ്ട്. നിലവിൽ ബംഗളൂരു സെൻട്രലിൽ നിന്നുള്ള MP PC മോഹനനാണ്. 2009 മുതൽ 3 തവണ അദ്ദേഹം വിജയിച്ചു. ഇത്തവണ അദ്ദേഹത്തെ മാറ്റി പകരം ആളെ മത്സരിപ്പിക്കാൻ ബിജെപിയും ആലോചിക്കുന്നുണ്ട്. തിരുവനന്തപുരത്ത് 2 ലോക്സഭാ തെരഞ്ഞെടുപ്പിലും ഇവിടെ 2ാം സ്ഥാനത്തെത്താൻ ബിജെപിക്ക് സാധിച്ചിരുന്നു. 2014 O രാജഗോപാലിലൂടെ 2,82,336 വോട്ടായിരുന്നു ബിജെപി മണ്ഡലത്തിൽ നേടിയത്. 2019 കുമ്മനം രാജശേഖരൻ 3,16,142 വോട്ടുകളും നേടി. കോൺഗ്രസിനു വേണ്ടി ഇത്തവണയും ശശി തരൂർ തന്നെയാകും ഇറങ്ങുക. LDFൽ ചർച്ചകൾ പുരോഗമിക്കുകയാണ്. രാജീവ് ചന്ദ്രശേഖറിനോട് മണ്ഡലം കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കാൻ നേതൃത്വം നേരത്തെ തന്നെ ആവശ്യപ്പെട്ടിരുന്നു. തെരഞ്ഞെടുപ്പിന് മുന്നോടിയായി അദ്ദേഹത്തെ ബിജെപി കോർ കമ്മിറ്റിയിൽ ഉൾപ്പെടുത്തിയേക്കും. പാർട്ടി അവസരം നൽകുകയാണെങ്കിൽ ഇത്തവണ കേരളത്തിൽ നിന്നും മത്സരിക്കാൻ തനിക്ക് താൽപ്പര്യമുണ്ടെന്നാണ് രാജീവ് ചന്ദ്രശേഖർ നേരത്തെ തന്നെ വ്യക്തമാക്കിയത്. ആറ്റിങ്ങൽ സീറ്റിൽ ശോഭാ സുരേന്ദ്രന് കണ്ണുണ്ട്. 2019 ശോഭാ സുരേന്ദ്രനായിരുന്നു മണ്ഡലത്തിലെ ബിജെപി സ്ഥാനാർത്ഥി. മണ്ഡലത്തിൽ നിന്നും 2.5 ലക്ഷത്തിലേറെ വോട്ട് നേടാൻ ശോഭയ്ക്കെന്ന് സാധിച്ചിരുന്നു. 2014 മണ്ഡലത്തിൽ ബിജെപിയുടെ വോട്ട് വിഹിതം 1 ലക്ഷത്തിൽ താഴെ മാത്രമായിരുന്നു. അതിനാൽ ഇത്തവണയും തനിക്ക് സീറ്റ് വേണമെന്നതാണ് ശോഭയുടെ നിലപാട്. അതേസമയം തൃശൂരിൽ ബിജെപി സ്ഥാനാർത്ഥിത്വം ഉറപ്പിച്ചിരിക്കുകയാണ്. മണ്ഡലത്തിൽ അനൌദ്യോഗിക പ്രചരണം തുടങ്ങിക്കഴിഞ്ഞു. 2019 സുരേഷ് ഗോപിയിലൂടെ വോട്ടുനില 2014നേക്കാൾ 3 ഇരട്ടിയോളം വർദ്ധിപ്പിക്കാൻ ബിജെപിക്ക് സാധിച്ചിരുന്നു. 17.5% വർധനവോടെ 2,93,822 വോട്ടായിരുന്നു സുരേഷ് ഗോപിക്ക് അന്ന് ലഭിച്ചത്.